എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ജയ് ആണെങ്കിൽ ആ ചെറുക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടുന്നതാണ്. ഇത് കാണുന്ന കെയ്ഫറും യൂറിയും എല്ലാം ടെൻഷനായിട്ട് അവളെ കയറി അങ്ങ് പിടിക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന അവന്മാരെല്ലാം നല്ലതുപോലെ പേടിച്ചു പോയിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. ഇവിടെ കെയ്ഫർ നല്ലതുപോലെ ടെൻഷനായിട്ട് അവൻ അവിടെ പറയും, നോക്കിയാണ് നിന്നെ കാരണം ഞങ്ങളുടെ ജീവൻ പോയി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജയ്ജേനെയും കൊണ്ട് എല്ലാവരും ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിലായിട്ട് വന്നിരിക്കുന്ന ഇവളെ എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്. കെയ്ഫർ ആയിരുന്നാലും ഇവക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അതേപോലെ തന്നെ കീക്കോയും ഉണ്ട്, അവൻ ഇവക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറി പറയും, നീ നല്ലതുപോലെ സൂക്ഷിക്കണം, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കാൻ വന്നത്, നീ ഇനി റെസ്റ്റ് എടുക്കണം എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജെ പറയും, ഞാനതങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജെ എല്ലായിടത്തും പറയും, എനിക്ക് കീക്കോ അടുത്തുനിന്ന് പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്ന്. കീക്കോ വിചാരിക്കും ഇവൾ അവൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യാൻ വരുക എന്ന്. എന്നാൽ നമ്മുടെ ജെ പറയും, എനിക്കിപ്പോൾ റിലേഷൻഷിപ്പിലാവാൻ ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ തീരുമാനത്തിനെ ബഹുമാനിക്കണം, നിനക്ക് നല്ലൊരു പെൺകുട്ടീനെ കിട്ടും. ഇത് കേൾക്കുന്നേയും കീക്കോയ്ക്ക് ഭയങ്കര സന്തോഷം. അവളുടെ മനസ്സിലുള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞല്ലോ. ഇവിടെയായിട്ട് കീക്കോയും ജെയും കൂടി ഫ്രണ്ട്സ് ആവാൻ തീരുമാനിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ കെയ്ഫറും യൂറിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ നമ്മുടെ ചേച്ചി അടുത്തുനിന്ന് മാറി നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവന്മാർ പറയും, ഞങ്ങൾ നിന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന്. എന്നാൽ ചേച്ചി അത് വേണ്ടാന്ന് പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെ അടുത്ത് പറയും, ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന്. ജെജി ആദ്യമേ വേണ്ടെന്ന് പറയുമെങ്കിലും അവസാനം ഓക്കെ പറയും. ഇത് കാണുന്നേ നമ്മുടെ കെയ്ഫറിനും യൂറിക്കും നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ജെജിനെ നമ്മളുടെ ആ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ കൊണ്ടാക്കിയിട്ട് അവളുടെ അടുത്ത് പറയുന്നതാ, നീ എനിക്ക് ഇക്കോടത്തുനിന്ന് മാറി നിൽക്കണം, ഞങ്ങൾ അവൻ്റെ കൂടെ അടി കൂടാൻ പോയത് തന്നെ നിന്റെ പേര് നല്ലയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേച്ചി പറയും, നീ വിഷമിക്കാതെ, ഞാൻ എന്തായിരുന്നാലും അവൻ എനിക്ക് നേരെ വെച്ചിരുന്ന ആ ഒരു പ്രപ്പോസലിനെ റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഈ ഫ്രണ്ട് പറയും, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ ജെ ഇത് കേട്ടിട്ട് വിചാരിക്കും, ഇനി ഒരു പക്ഷേ ഇവനും അവളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ എന്ന്. അപ്പം അവൻ പറയും, എനിക്ക് നിന്റെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല, എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജെ നേരെ വീട്ടിലോട്ട് വരുന്നയാ. അവിടെ അവളുടെ കസിൻ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ നമ്മുടെ ജെ അടുത്ത് പറയും, ഞാനൊരു ഫാമിലി ട്രിപ്പിന് പോവുകയാണ്, നീ എന്തായിരുന്നാലും ഇനി ഇവൻ്റെ കൂടെ വേണം നിൽക്കാനെന്ന്. അങ്ങനെ ഇവളെയാണെങ്കിൽ നമ്മളുടെ ഏരിസില്ലേ അവൻ്റെ അടുത്തായിട്ട് ഏൽപ്പിക്കും. ഇവനായിരുന്നാലും ഇവക്ക് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി മുതൽ ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല, നേരത്തെ വീട്ടിൽ കയറിക്കണം, നീ ആരെ കൂടെയൊക്കെയാണ് കറങ്ങാൻ പോകുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. ഇവിടെയായിട്ട് നമ്മുടെ ചേച്ചിയുടെ ഫോൺ കാണാഞ്ഞ് അവൾ ബാഗിൽ ഫോൺ തപ്പുന്നതും പെട്ടെന്ന് തന്നെ താഴെയായിട്ടൊരു സാധനം വന്ന് വീഴും. അത് വേറൊന്നും ആയിരുന്നില്ല, ഒരു പ്രഗ്നൻസി കിറ്റിലെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് കാണുന്നതും ഏരിസ് പെട്ടെന്ന് തന്നെ ഷോക്കാവും. ഇവിടെയായിട്ട് നമ്മുടെ ചേച്ചി ആണെങ്കിൽ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും അത് അവളുടെ അല്ല എന്ന്. എന്നാൽ ആരും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ ആ വലിയ കസിനില്ല, അയാൾ വന്നിട്ട് ചോദിക്കും, സത്യം പറഞ്ഞോ, നീ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് അല്ലേ? കൊച്ചിൻ്റെ അച്ഛൻ ആരാണ്, കീഫറാണോ യൂറിയാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേച്ചിക്ക് നല്ല ദേഷ്യം വരും. അവള് പറയും, ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ മോശക്കാരിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ ഈ ജെയുടെ കസിനില്ലേ, അയാൾ നമ്മുടെ കെയ്ഫറിനെയും അതേപോലെ യൂറിനെയും അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരത്ത് ചോദിക്കും, സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരാണ് ജെയുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ കെയ്ഫർ അവിടെ തമാശയ്ക്ക് ഇവളെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് പറയും, ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ, ഞാൻ തന്നെയാണ് എന്ന്. ഇത് കേൾക്കുന്നേ ജെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ജെജിനെ കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലായിട്ട് വന്നിട്ട് ചെക്കപ്പ് നടത്തുന്നതാണ്. അവിടെ ഡോക്ടർ പറയും, അതായത് നമ്മുടെ ചേച്ചി കൺഫേം ആയിട്ടും പ്രഗ്നന്റ് അല്ല എന്ന്. ഇത് കേൾക്കുന്നതും ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ കീഫർ ആണെങ്കിൽ അവരെല്ലാവരെയും നോക്കി പൊട്ടിച്ചിരിച്ചിട്ട് പറയും, എനിക്കത് നന്നായിട്ട് അറിയാമായിരുന്നു ഇവള് പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന്, പിന്നെ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടുത്തെ സമ്മതിച്ചു തന്നത് എന്ന്. ഇത് കേൾക്കുന്നതും ചേച്ചി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് പോകും. യൂറി ആയിരുന്നാലും ഇവളുടെ പുറകെ ആയിട്ട് വന്നിട്ട് ഇവളെ നോക്കിയിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഡിഫെൻഡ് ചെയ്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ കെയ്ഫർ വന്നിട്ട് ഇവളെ നോക്കി നല്ലതുപോലെ ചിരിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവള് വന്ന് കെയ്ഫറിന്റെ മുഖത്തിട്ട് ഒരിട്ടിടിങ്ങ് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ചേച്ചി സ്കൂളിലോട്ട് വരുന്നതാണ്. അവിടെ നമ്മുടെ കെയ്ഫറിന്റെ മുഖത്തായിട്ട് നല്ല പാടും ഉണ്ടായിരുന്നു. എന്നാലും അവനാണെങ്കിൽ ലോലിപോപ്പും കഴിച്ച് ഭയങ്കര കൂളായിട്ട് നിൽക്കുക. ഇവളെ കാണുന്നതും ഇവ വീണ്ടും കളിയാക്കാൻ തുടങ്ങും. കേൾക്കുന്നതും നമ്മളുടെ ചേച്ചിക്ക് നല്ല ദേഷ്യം വരും. അവൾ വീണ്ടും ഇവനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തിനാ ഇത്ര സീരിയസ് ആവുന്നേ, ഞാനാണെങ്കിൽ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോൾ അവൾ പറയും, തമാശയ്ക്ക് ഒരു അതിരൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂറി വന്നിട്ട് അനൗൺസ് ചെയ്യും, അതായത് അവിടെയായിട്ട് പ്രസിഡൻസിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന്
ആൾക്കാർ പോകണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ ജെജേനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, നീ ഞങ്ങളുടെ കൂടെ വാ. അങ്ങനെ നമ്മളുടെ കെയ്ഫറും യൂറിയും ജെജയും കൂടെ പോകുന്നത്. ഇവളിവർ രണ്ടുപേരുടെയും നടുക്കായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ അതിലെ നമ്മുടെ കീക്കോ പോകുന്നതും ഇവള് ടാറ്റ കാണിക്കാൻ വരുന്നേ. നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കും. പെട്ടെന്ന് തന്നെ അവൾ പറയും, ഓ എന്നോട് ക്ഷമിക്കണം, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. പിന്നീട് അവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് സ്റ്റാർട്ട് ആവുന്നതാ. അവിടെയായിട്ട് എല്ലാവരുടെ ഓരോരോ ഒപ്പീനിയനൊക്കെ ചോദിക്കും. നമ്മുടെ കെയ്ഫർ ആയിരുന്നാലും ജെജിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവിടെയായിട്ട് ആ മിസ് അനൗൺസ് ചെയ്യും, അതായത് ഇത്തവണയാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരാണിനെയും പെണ്ണിനെയും എടുത്തിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്താം. അതിനകത്ത് ആണ് പെണ്ണിൻ്റെ വേഷവും പെണ്ണാണിൻ്റെ വേഷവും കെട്ടണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജെജി ആണെങ്കിൽ ടെൻഷൻ അടിക്കും. കാര്യം അവളല്ലേ ആ ക്ലാസ്സിലുള്ള ഒരേ ഒരു പെങ്കൊച്ച്. പെട്ടെന്ന് തന്നെ നമ്മുടെ കെയ്ഫർ പറയും, നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നമ്മളൊന്നും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ഉടനെ തന്നെ ക്ലാസ് എയിലുള്ളൊരു പെങ്കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യും, അതായത് സെക്ഷൻ ഇയിലുള്ള കുട്ടികളും ഇതിനകത്ത് പങ്കെടുക്കണം എന്ന്. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ചേച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ, അവസാനം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇവിടെയായിട്ട് യൂറി ആയിരുന്നാലും നമ്മുടെ ചേച്ചിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ചേച്ചി ആണെങ്കിൽ അവളുടെ ക്ലാസ്സിലായിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് അവളെ ആ ഷെഫ് ഫ്രണ്ട് ഇല്ലേ, അവനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ എല്ലാവർക്കും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യും. കെയ്ഫറിനായിരുന്നാലും അവൾ പ്രത്യേകതരം കെയറാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എക്സാമിൽ അവളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ സഹായിച്ചതല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ജെജി ആണെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് ഡെൻസിൽ എന്ന് പറയുന്ന ഒരു ചെറുക്കനും കൊണ്ടുവന്ന് കൊടുക്കും. ഇവനാണ് നേരത്തെ ഞാൻ പ്രഗ്നൻസി കിറ്റിൻ്റെ ആ ഒരു സംഭവം എടുത്ത് വലിച്ചെറിഞ്ഞത്. ഇവള് ചോദിക്കും, അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ വലിച്ചെറിഞ്ഞ ആ പ്രഗ്നൻസി കിറ്റില്ലേ അതെനിക്ക് കിട്ടിയായിരുന്നു. ഇവൻ അവിടെ കള്ളം പറയും, ഞാനൊരു പെങ്കൊച്ച, ഞാനൊരു ആങ്കൊച്ചിൻ്റെ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ആണത്, നീ അത് ആരുടെ പറയണ്ട. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേച്ചി സത്യം പറഞ്ഞാൽ വിശ്വസിക്കും. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഞാൻ തമാശ പറഞ്ഞതാ എന്ന്. ഇവളാണെങ്കിൽ ഒറ്റ അടിയങ്ങ് വെച്ചു കൊടുക്കുവന്. ഇത് കാണുന്നേ നമ്മളുടെ കെയ്ഫറിനെ നല്ലതുപോലെ ജലസ് അടിക്കും. അവൻ പറയും, ഇവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ പുറത്തു പോയി സംസാരിക്കുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജേജി ആണെങ്കിൽ ഇവൻ്റെയൊക്കെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ജേജി ആണെങ്കിൽ ക്ലാസ്സിലെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകുന്നതും ഈ ഡെൻസർ എന്ന് പറഞ്ഞ ചെറുക്കനാണെങ്കിൽ ഒരു പെണ്ണുമായിട്ടിന്ന് സംസാരിക്കുന്നതാണ്. അവൾ വേറെ സെക്ഷനിലുള്ളൊരു പണക്കാരി പെണ്ണായിരുന്നു. അവൾ അവനടുത്ത് ചോദിക്കും, നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലേ, ഇത്രയും പറഞ്ഞിട്ട് അവളുടെ വയറ്റിലായിട്ട് കൈയും വെക്കും. ഇതൊക്കെ കാണുന്നതും ജേജിയെ നല്ലതുപോലെ ഗസ് ചെയ്യും, അതായത് ഈ പെൺകുട്ടിയുടെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റാണ് അവൾക്ക് നേരത്തെ കിട്ടിയത് എന്ന്. ഇവിടെയായിട്ട് ആ ചെറുക്കനാണെങ്കിൽ അവളുടെ അടുത്ത് ഇവിടെ നിന്ന് എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജേജി ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞാൽ അവൾ അതിനകത്ത് കയറി സംസാരിക്കാൻ വരും. എന്നാൽ ഈ പെണ്ണാണെങ്കിൽ കാണുന്നതും വിചാരിക്കും നമ്മുടെ ജേജിക്ക് ആ ചെറുക്കൻ്റെ അടുത്ത് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ അവളുടെ ക്ലാസ്മേറ്റ് മാത്രമാ എന്ന്. അങ്ങനെ ഇവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ പെണ്ണ് പറയും, ഞാനാണെങ്കിൽ മറ്റേ ക്ലാസ്സിലുള്ള ബുള്ളി പെണ്ണിൻ്റെ അടുത്തും എൻ്റെ ഈ അവസ്ഥയെപ്പറ്റി പറഞ്ഞു, എന്നാൽ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയേ ആയിരുന്നില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജേജിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും. ഇവളാണെങ്കിൽ ഒരു ഓർഫൻ പെണ്ണായിരുന്നു. അങ്ങനെ ജേജി ഇവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ആ ഡെൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ജേജിക്ക് മനസ്സിലാവും, ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഏതെങ്കിലും ഒരു ആങ്കൊച്ച് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന്. അവളങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് കുറേ ചെറുക്കന്മാരെയൊക്കെ നോക്കും. സിഗിനെയൊക്കെ നോക്കുമ്പോൾ അവനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇമ്മച്ചുവറായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയായിട്ട് അവൾ വിചാരിക്കും കെയ്ഫറിൻ്റെ അടുത്ത് പറയാമെന്ന്. എന്നാൽ അവൾക്ക് പേടിയുണ്ട്, കെയ്ഫർ എങ്ങാനും ഇനി ഡെൻസറിനെ എടുത്തിട്ട് അടിച്ചാലോ. അങ്ങനെ അവൾ വിചാരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡേവിഡിൻ്റെ അടുത്ത് പറയാമെന്ന്. അങ്ങനെ അവളാണെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഇവൻ്റെ പേരങ്ങ് വിളിച്ചു കൂവും. പെട്ടെന്ന് തന്നെ ഉറക്കത്തിരുന്ന് അവൻ ഞെട്ടി എഴുന്നേക്കും. ഇവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോയി ഇന്ന് സംസാരിച്ചാലോ എന്ന്. എന്നാൽ ഇവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാണുന്നതും എല്ലാവരും വിചാരിക്കും നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഇവനെ വല്ല ഡേറ്റിനും വിളിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ CNN കേൾക്കും. അപ്പോൾ അവൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തും പറയും, വാ നമുക്കും എങ്കിൽ പിന്നെ ഒരുമിച്ച് പുറത്തോട്ട് പോവാമെന്ന്. എന്നാൽ ഇതൊക്കെ കാണുന്നത് നമ്മുടെ കെയ്ഫറിനും അതേപോലെ യൂറിക്കും ഭയങ്കര ജലസായിരുന്നു. രണ്ടെണ്ണം കണ്ണെടുക്കാതെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെയായിട്ട് നമ്മുടെ ജേജി ആണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെയും കൊണ്ട് പുറത്തായിട്ട് വരും. അവരുടെ ക്ലാസ്സിലുള്ള ചെറുക്കന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നല്ലതുപോലെ റൈഡൊക്കെ എൻജോയ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ജേജി ആണെങ്കിൽ ഒരു അവസരം കിട്ടുന്നതും അവസാനം നമ്മളുടെ ഈ ഡേവിഡ് ഇല്ലേ, അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവനെ പിടിച്ചെടുത്ത് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, അഥവാ നിന്റെ ഗേൾ ഫ്രണ്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആയ നീ എന്ത് ചെയ്യും? അവൻ ഭയങ്കര മെച്ചുവറായിട്ട് പറയും, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇത് കേൾക്കുന്നതും ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ അവിടെ പറയും, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് നീ ഇപ്പോൾ റിപ്ലൈ തന്നിരിക്കുന്നേ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ മറ്റേ ആ ചെറുക്കൻ്റെ കാര്യം പറയും, അവൻ്റെ ഗേൾ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ്, അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെഡിയല്ല, അവൻ അവളെ അങ്ങോട്ട് തള്ളി മാറ്റി കളയുക എന്ന്. ഇതൊക്കെയാണെങ്കിൽ കേൾക്കുന്നതും നമ്മുടെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നല്ല സീരിയസ് ആയിട്ട് കേട്ടിരിക്കും. അവന് നല്ലതുപോലെ അറിയാം അവളുടെ ക്ലാസ്സിലുള്ള എല്ലാ ചെറുക്കന്മാരും ഇപ്പോൾ അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവൻ പറയും, നിനക്കൊരു കാര്യം അറിയാവോ, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് കേൾക്കുന്നതിന് ചേച്ചി ഭയങ്കര ഷോക്കാവും. അവൻ പറയും, ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്ത് തരാം, നീ ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി. ഇവനാണെങ്കിൽ നമ്മുടെ ചേച്ചിനെ കിസ് ചെയ്യുന്ന കണക്ക് വരും. പെട്ടെന്ന് തന്നെ ക്ലാസ്സിലുള്ള എല്ലാ ചെറുക്കന്മാരും
ചെറുക്കന്മാരും അങ്ങോട്ടേക്ക് ഓടി വരും. ഇതിനകത്ത് നമ്മുടെ യൂറി ഇവനെ പിടിച്ചങ്ങ് തള്ളി മാറ്റും. എന്നിട്ട് ചോദിക്കും, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ളതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ സമയത്ത് അവിടെയായിട്ട് നമ്മുടെ CN നടന്നു വരും. ഇവനാണെങ്കിൽ ഇതൊന്നും അറിയാത്ത പോലെ പോപ്കോൺ തിന്നോണ്ടാ വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂറി ആണെങ്കിൽ പറയും, ഇതിനെക്കാട്ടി നല്ലൊരു പൂച്ചേനെ ഏൽപ്പിക്കുന്നതായിരുന്നു, അതായിരുന്നെങ്കിൽ നമ്മുടെ ജേജനെ പിന്നെ നല്ലതുപോലെ നോക്കിയേനെന്ന് പറഞ്ഞിട്ട് അവനവിടെ ഭയങ്കരമായിട്ട് കിടന്ന് വെള്ളം വെക്കും. ഇത് കാണുന്ന ക്ലാസ്സിലുള്ള ചെറുക്കന്മാരെല്ലാം ഇവനെ നോക്കിയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ പതിവില്ലാത്തതിലും കൂടുതൽ ദേഷ്യപ്പെടുവല്ലേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂറി ആണെങ്കിൽ അങ്ങ് കൂളാവും. എന്നിട്ട് അവൻ ടോപ്പിക്ക് മാറ്റിയിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് റൈഡിന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ ആയിരുന്നാലും നമ്മുടെ ജേജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളുടെ തൊള്ളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ കെയ്ഫറിന് നല്ല ജലസടിക്കും. അവനിങ്ങനെ അവൻ്റെ കൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ആ ചെറുക്കൻ അവൻ്റെ കൈ അങ്ങെടുത്ത് മാറ്റുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും ചേർന്നിട്ട് ഒരു ഹോണ്ടഡ് ഹൗസിലായിട്ട് ഒരു റൈഡിനായിട്ട് കയറുന്നതാണ്. അവിടെയായിട്ട് എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത് അവിടുത്തെ ഗോസ്റ്റിനെയൊക്കെ കണ്ട് പേടിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജേജിക്കാണെങ്കിൽ പ്രേതം വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. അവൾ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ നടന്നിട്ട് അവസാനം ഒരു സ്ഥലം എത്തുന്നതും അവളങ്ങ് വഴി മാറിപ്പോവും. അവിടെയായിട്ട് ഒരു ക്രീപ്പി ആയിട്ടുള്ളൊരു ഡോളിനെ കാണുന്നത് നമ്മുടെ ജേജി പേടിച്ചിട്ട് ഒരു മൂലയിലായിട്ട് ചെന്നിരുന്ന് ഭയങ്കരമായിട്ടും കരയും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ കെയ്ഫർ വരും. അവൻ വന്നിട്ട് ഇവിടെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അവൻ പറയും, ഒന്നുമില്ല, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജേജിക്ക് ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും. അവൾ അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അടുത്ത റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് അവൾ വേഗം തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി എങ്ങോടും. അവൾ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് ഇവളുടെ ക്ലാസ്സിലുള്ള വേറെ 2 ചെറുക്കന്മാർ വരും. ഇവളുടെ അവസ്ഥ കണ്ടിട്ട് അവർ പറയും, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. എന്നാൽ നമ്മുടെ ജേജി പറയും, വേണ്ട, ഞാൻ കെയ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന്. കെയ്ഫർ അവളെ അവിടെ മൊത്തവും തിരഞ്ഞിട്ട് അവസാനം ഇവളെ കണ്ടുപിടിക്കും. നമ്മുടെ ജേജി ആയിരുന്നാലും ഓടി വന്ന് അവനെയും കെട്ടിപ്പിടിക്കും. രണ്ടുപേരും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു കപ്പിളിനെ പോലാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് കാണുന്ന ഇവരുടെ ക്ലാസ്സിലുള്ള ചെറുക്കന്മാരെല്ലാം ഒരുമാതിരി നോക്കിക്കും. അവർ വിചാരിക്കും ഇവർക്ക് എന്ത് പറ്റിയെന്ന്. അവർ ചോദിക്കും, നിങ്ങളെന്താ കപ്പിളാണോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജേജി അവിടെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യൂറിയും അതേപോലെ ജേജി എല്ലാവരോടും ചേർന്നിട്ട് ജയൻ വീലിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നതാണ്. എന്നാൽ ആ ക്യൂ ഭയങ്കര വലുതായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറി ആണെങ്കിൽ ജേജനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ചെന്ന് പെമ്പിള്ളേർത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ ജേജനെ ഫ്രണ്ടിലത്തെ ക്യൂവിലായിട്ട് നിർത്തും. ഇവിടെ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവസാനം നമ്മുടെ ജേജി ആണെങ്കിൽ ആ ജയൻ വീലിൽ കയറുന്നതും ഇവളുടെ കൂടെയായിട്ട് CNും കെയ്ഫറും അതേപോലെ യൂറിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജേജി ചോദിക്കും, അല്ല നീ എങ്ങനെയാ പെമ്പിള്ളേരെ കൺവിൻസ് ചെയ്തത്? അപ്പോൾ നമ്മുടെ യൂറി പറയും, ഞാനവരടുത്ത് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേച്ചി ഭയങ്കര ടെൻഷനാവും. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്ന്. ഇവിടെയായിട്ട് അങ്ങനെ നമ്മളുടെ കെയ്ഫർ ആയിരുന്നാലും ഇവളെ ഒരുപാട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നതും ആ ജൈൻ വീലങ്ങ് നിന്നു പോവും. ഇത് കാണുന്നേ നമ്മുടെ ചേച്ചി ഭയങ്കര ടെൻഷനാവും. എന്നാൽ പെട്ടെന്ന് തന്നെ കെയ്ഫർ അവളെ അങ്ങ് കൂളാക്കും. ഇവിടെയായിട്ട് നല്ലതുപോലെ ഫയർ വർക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് കണ്ട് നമ്മളുടെ ജേജി ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നേ കെയ്ഫർ അവളുടെ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കും. ഇവനിങ്ങനെ വെറുതെ ഇവൾ ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇവളങ്ങനെ ഫോൺ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അവൻ്റെ ദേഹത്തായിട്ട് വന്നങ്ങ് വീഴും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യൂറിക്ക് നല്ല ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. അവനായിരുന്നാലും ഇവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇവളുടെ മുകളിലായിട്ട് വന്നങ്ങ് വീഴും. ഇവിടെയായിട്ട് ജേജിയുടെ കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജേജി അവിടെ പറയും, ഞാൻ വേഗം വീട്ടിലെത്തിക്കോളാം എന്ന്. എന്നാൽ കെയ്ഫർ ഇവളെ കളിയാക്കി ഇവളുടെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയും, ഞങ്ങളുടെ റൊമാൻറ്റിക് മൊമെന്റ് നീ എന്തിനാ ഇങ്ങനെ കുളമാക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ ചേച്ചിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ജൈൻ വീല് താഴോട്ട് ഇറങ്ങുന്നതും വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ഈ ജേജയുടെ കസിനില്ലേ അവനവിടെ നിൽക്കുമായിരുന്നു. അവൻ കാണുന്ന സീൻ തന്നെ നമ്മളുടെ കെയ്ഫറിന്റെ മുകളിൽ ജേജെ, അവളുടെ മുകളിലായിട്ട് യൂറി കിടക്കുന്നതാണ്. ഇവൻ ഇത് കണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരും. എന്നിട്ട് ഇവളെ കുറേ വഴക്ക് പറയാൻ തുടങ്ങും. അവിടെ അവൻ ചോദിക്കുന്ന തന്നെ, നിനക്ക് കെയ്ഫറിനെ ഇഷ്ടമാണോ എന്ന്. എന്നാൽ നമ്മളുടെ ജയ അവിടെ ഇഷ്ടമല്ല എന്ന് പറയും. എന്നാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് കെയ്ഫറിനോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ജേജി ആണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് അവരുടെ ക്ലാസ്സിലെ മറ്റേ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി ചെറുക്കനില്ലേ അവനെ തേടി അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവൻ പറയും, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെയാണ്, അവൾ ഭയങ്കര പണക്കാരിയാണ്, എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നിടത്ത് പെൺകുട്ടിയാണ്, അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടൊരു ഇഷ്ടത്തിലായത് എന്ന്. ഇവിടെ അവൻ പറയും, അവൻ്റെ സാമ്പത്തിക ശേഷി ഇപ്പോൾ അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ റിജക്റ്റ് ചെയ്തത് എന്ന്. ഇതൊക്കെ ആ പെണ്ണിയായിട്ട് ഭയങ്കര ഇമോഷണൽ ആവും. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ അങ്ങനൊന്നും ചെയ്യല്ലേ, നീ നിന്റെ ജീവിതത്തിനെ പറ്റിയൊന്ന് നല്ലതുപോലെ ആലോചിക്കണം എന്ന്. ഈ പെണ്ണാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചിന്തിക്കും. ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നാലും പറയും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ എന്തായിരുന്നാലും താഴോട്ടിറങ്ങി വാ എന്ന്. അവസാനം ഈ പെണ്ണാണെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അവനുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇവിടെ നമ്മളുടെ ചേച്ചിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൾ എപ്പോഴും നമ്മുടെ കെയ്ഫറിനെ തന്നെ നോയിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന യൂറിക്ക് നല്ല ജലസ് അടിക്കും. അവന് മനസ്സിലാവും നമ്മുടെ ജേജെ എപ്പോഴും കെയ്ഫറിനെയാണ് ശ്രദ്ധിക്കുന്നത്, അവനെ മൈൻഡ് ആക്കുന്നേ ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ജേജി ആണെങ്കിൽ സ്കൂളിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മുടെ ജേജി ആണെങ്കിൽ ഒരു ചെറുക്കനെ കാണുന്നേ ഹായ് കാണിക്കും.
ചോദിക്കും. എന്നാൽ ഇവൻ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറയും, നീ എൻ്റെ അടുത്ത് ഹായ് കാണിക്കുകയൊന്നും വേണ്ട, നീ ആ പെൺകുട്ടിനെ രക്ഷിച്ചു. എന്നാൽ എൻ്റെ ബ്രദറിനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദർ മരിക്കാനുള്ള റീസണേ നിൻ്റെ കസിനാണ് എന്ന്. ഇത് കേൾക്കുന്നതിന് ചേച്ചി ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. അവൾ ഇതിനെപ്പറ്റി നമ്മുടെ കാലിക്സിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. അവൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നല്ലതുപോലെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളുടെ ചേച്ചി ശ്രദ്ധിക്കും. അവൾക്ക് മനസ്സിലാവും ഇതത്ര നിസ്സാര കാര്യമൊന്നും അല്ല എന്ന്. അടുത്ത ദിവസം നമ്മുടെ ചേച്ചി ആണെങ്കിൽ ഈ ചെറുക്കൻ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഇവൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് ഇവനെ നല്ലതുപോലെ cheer ചെയ്യാനൊക്കെ തുടങ്ങും. ഇതൊക്കെ കാണുന്ന അവൻ ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാര്യം നിന്നോട് സംസാരിക്കുമ്പോഴല്ല എനിക്ക് എൻ്റെ ബ്രദറിനെ ഓർമ്മ വരുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേച്ചിയെ വന്നിരുന്നിട്ട് ചോദിക്കും, അല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിടെ അവൻ പറയാൻ തുടങ്ങും, നിൻ്റെ കസിൻ തന്നെയാണ് എൻ്റെ ബ്രദറിനെ കൊന്നത്. അതുകൊണ്ട് എന്താ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും എന്നെ ഇപ്പോൾ ഇഷ്ടമല്ല എന്ന്. ഇവിടെ നമ്മളുടെ ജേജി ആണെങ്കിൽ അവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അവസാനം ഇവനാണെങ്കിൽ ജേജിയുടെ കൂടെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവൻ അവളുടെ അടുത്ത് സോറിയൊക്കെ പറയും. പിന്നീട് കാണിക്കുന്ന ചേച്ചി ക്ലാസ്സിലായിട്ട് വന്നിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതാണ്. അവക്കാണെങ്കിൽ ഇപ്പോൾ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുന്നേ യൂറി വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിനക്ക് എന്ത് പറ്റി? നീ എന്തോ ഇത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നത്? അവിടെ നമ്മളുടെ ചേച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവൾ ചോദിക്കും, ഇവൻ്റെ അനിയൻ എന്താ സംഭവിച്ചത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂറി അവിടെ ഒന്നും വിട്ടു പറയാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ അവളെ വിളിച്ചിട്ട് പറയും, നീയും കൂടി വാ, നമുക്ക് ഗെയിം കളിക്കാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേച്ചിക്ക് കുറച്ച് സന്തോഷമൊക്കെ ആവും. അങ്ങനെ അവൾ അവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവളാണെങ്കിൽ സ്കൂള് വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് അവിടെ ഒരു കാറ് വന്ന് പെട്ടെന്ന് തന്നെ അവളെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇത് നമ്മളുടെ സിയനും അവൻ്റെ ഒരു ഫ്രണ്ടും കാണും. ഇവരാണെങ്കിൽ നമ്മുടെ ചേച്ചിനെ രക്ഷിക്കാൻ നോക്കും. അപ്പോഴത്തേക്ക് ആ കാർ അങ്ങ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ വന്ന് ക്ലാസ് റൂമിൽ എല്ലാവരും പറയും. അവിടെയായിട്ട് നമ്മളുടെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് കോളും വരും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എല്ലാം അടി നടക്കാൻ നേരത്ത് ഒരു വില്ലൻ ചെറുക്കൻ ഉണ്ടായിരുന്നല്ലോ, അവൻ തന്നെ നമ്മുടെ ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. അവൻ അവിടെ പറയും, നിങ്ങൾ 4 പേര് വന്നാൽ മാത്രമേ ഇവളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ബാക്കി എല്ലാവരും ഫോണിൽ എന്താ നടക്കുന്നതെന്ന് കണ്ടാൽ മതി. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂറിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ അവിടുത്തെ കസേരയെല്ലാം ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കെയ്ഫർ പറയും, നീ ഇത്ര ദേഷ്യപ്പെടാതെ നമുക്ക് നമ്മളുടെ എനർജി സേവ് ചെയ്യണം എന്ന്. അങ്ങനെ അവസാനം കെയ്ഫറും യൂറിയും സിയനും അതേപോലെ തന്നെ നമ്മളുടെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, ഇവർ 4 പേരും കൂടി ആ ഒരു സ്ഥലത്തായിട്ട് വരും. അവിടെയായിട്ട് നമ്മളുടെ കാലിക്സും ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നമ്മുടെ കെയ്ഫറിൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷ്യപ്പെടാൻ തുടങ്ങും. അവസാനം ഇവൻ പറയും, 4 പേർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന്. കാലിക്സ് ആയിരുന്നാലും നല്ല ടെൻഷനിലായിരുന്നു. അവൻ പറയും, ചേച്ചിക്ക് വല്ലതും പറ്റിയ നിങ്ങളെ ആരെയും ഞാൻ വെച്ചേക്കത്തില്ല എന്ന്. അങ്ങനെ ഇവർ ആ ബിൽഡിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ യൂറി ആയിരുന്നാലും കെയ്ഫറിൻ്റെ അടുത്ത് പറയും, എനിക്ക് നല്ലതുപോലെ അറിയാം നിനക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മുടെ കെയ്ഫർ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന്. എന്നാൽ നമ്മളുടെ യൂറിയാണെങ്കിൽ അവിടെ പറയും, ഇല്ല എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അവളെ ഇഷ്ടമാണ് എന്ന്. അവസാനം ഇവരെല്ലാവരും കൂടി ആ ബിൽഡിങ്ങിലായിട്ട് കയറും. അവിടെ ഈ ചെറുക്കനാണെങ്കിൽ നമ്മളുടെ ചേച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കെയ്ഫറൊക്കെ ആയിരുന്നാലും അവന്മാരോട് അടികൂടാൻ പോകുന്നതും അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അവിടെ വന്നിട്ട് ഭയങ്കര വലിയ അടി തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ജേജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അടിച്ച് നേരെയാക്കിയിട്ട് അകത്തോട്ട് കയറി വരും. ജേജനെ ഒരു കസേരയിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഗുണ്ടയായിട്ടുള്ള ചെറുക്കനില്ലേ, അവൻ വന്നിട്ട് നമ്മുടെ കെയ്ഫറിനെ പുറകിൽ നിന്ന് എടുത്തിട്ട് അടിക്കും. ജേജി ആയിരുന്നാലും പറയും, നീ സൂക്ഷിച്ച് നിൽക്കണം എന്ന്. എന്നാൽ നമ്മുടെ കെയ്ഫറിന് നല്ലതുപോലെ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ തറയിൽ വീണിട്ട് അവൻ്റെ തലയ്ക്കെല്ലാം അടി കിട്ടും. ഇത് കാണുന്നേ നമ്മുടെ ചേച്ചി എങ്ങനെയെങ്കിലും അവിടെ ശക്തിയൊക്കെ എടുത്തിട്ട് ആ കസേരയിലെ കയറും പൊട്ടിച്ച് ഇവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അവളുടെ കയ്യിലായിട്ടൊരു ബാറ്റും ഉണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് ഇവനെ അടിക്കുന്നത്. അവസാനം ഇത് കാണുന്ന കെയ്ഫർ വന്നിട്ട് ഇവളെ കയറിയങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, ഒന്നുമില്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല, നീ ഒന്ന് കൂളാവുക എന്ന്. നമ്മുടെ ചേച്ചി ആയിരുന്നാലും നല്ല ടെൻഷനിലായിരുന്നു. അവനെങ്ങാണ് അവന് ചത്തുപോയോ എന്ന് ആലോചിച്ചിട്ട്. കാര്യം നമ്മുടെ ചേച്ചിക്ക് അവളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കെയ്ഫർ അവളെ കെട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെയായിട്ട് ചേച്ചിക്ക് മനസ്സിലാവും ഇവളുടെ മുന്നത്തെ റിലേഷൻഷിപ്പിലും ഇതേപോലെ എന്തോ ആണ് സംഭവിച്ചത് എന്ന്. അവൾക്ക് എന്നാൽ ഒന്നും ക്ലിയർ ആയിട്ട് ഓർമ്മയില്ലായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ യൂറിയും സിയനും എല്ലാവരും വരും. ഇവരെല്ലാവരും കെയ്ഫറും ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് കാണും. യൂറിക്ക് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചേച്ചിനെ ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആക്കുന്നതാ. ഇവിടെ അവളുടെ അടുത്തായിട്ട് നമ്മുടെ കെയ്ഫറും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചേച്ചിയുടെ ആ ഒരു കസിൻ ഇല്ലേ, അയാൾ വന്നിട്ട് പറയും, നിനക്കിനി പോവാം, ഞങ്ങൾ ഇവളെ കാര്യം നോക്കിക്കൊള്ളാം എന്ന്. നമ്മുടെ ചേച്ചിയുടെ 2ാമത്തെ കസിൻ അവിടെ വന്നിരിക്കുന്നത് ഇവള് കണ്ണു തുറക്കും. എന്നിട്ട് ആദ്യമേ ചോദിക്കുന്നത് കെയ്ഫറിനെ പറ്റിയിട്ടാണ്. അവനവിടെ പറയും, അവനൊന്നുമില്ല, അവനവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ എല്ലാവരും നമ്മുടെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എല്ലാവരും അവളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. ചേച്ചിയുടെ 2 കസിന്മാരും പുറത്തുനിന്ന് സംസാരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു ലേഡി വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ചേച്ചിയുടെ തന്നെ അമ്മയായിരുന്നു. അവർ വന്നിട്ട് ചോദിക്കും, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്, അവളുടെ അടുത്ത് നിങ്ങൾ ആ സീക്രട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കസിൻ പറയും, ഇല്ല, അവളുടെ അടുത്ത് പറയാനുള്ള സമയമായിട്ടില്ല എന്ന്. എന്തോ വലിയൊരു സീക്രട്ടാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചി അടുത്ത ദിവസം സ്കൂളിൽ വരുന്നതാണ്. അവളിപ്പോൾ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു. എല്ലാവരും അവളുടെ മൂഡ് ഓഫൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അവിടെയായിട്ട് അവർ പറയും, ഞങ്ങൾക്കാണെങ്കിൽ
മുന്നേ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ഞങ്ങളോട് പെർഫോം ഒക്കെ ചെയ്യുമായിരുന്നു എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചേച്ചി ഭയങ്കര സർപ്രൈസ്ഡ് ആവും. യൂറി ആയിരുന്നാലും ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവളുടെ കൈ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കെയ്ഫറിന് നല്ല ജലസടിക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ജെജിനെ വിളിച്ചൊരു സ്ഥലം വരെ പോവും. എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മ്യൂസിക് റൂമിലായിരുന്നു. അവിടെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. അവനിവിടെ പറയും, നിൻ്റെയും ഫോട്ടോ ഇവിടെ വരണോ, നീയും ഇപ്പം നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമല്ലേ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ചേച്ചിക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് കൺഫസ് ചെയ്തോളാൻ വയ്യായിരുന്നു. എന്നാലും അവൾ നാണക്കേട് കാരണം ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ ക്ലാസ്സിലായിട്ട് പ്രാക്ടീസൊക്കെ നടക്കുന്നതാണ്. എല്ലാവരും പാട്ട് പാടി ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ കെയ്ഫറും അതിനകത്ത് ആഡാവും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ചേച്ചിയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്നതും അവിടെ വെച്ചിട്ട് അവളുടെ സ്റ്റെപ്പ് ഫാദറിനെ കാണുന്നതാണ്. ഇയാൾ വന്നിട്ട് ഇവളുടെ അടുത്ത് സോറിയൊക്കെ പറയും. എന്നിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം എന്ന്. എന്നാൽ നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഇയാളെ മനസ്സിലാവത്തേയില്ല. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി എങ്ങ് ഓടും. അവിടെയായിട്ട് നമ്മളുടെ യൂറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ ജെജിക്ക് ഓർമ്മ വരുന്നതെല്ലാം കെയ്ഫറിനെയാണ്. അവൻ അവളെ കെയർ ചെയ്യുന്നതും അവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. എന്നാൽ നമ്മുടെ യൂറിയാണ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.